സ്വപ്നമാണ്. നിങ്ങളുടെ അകത്തൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്വപ്നമില്ലാത്തവനോട് ചെന്ന് ഈ സ്വപ്നം എന്ത് ചെയ്യരുത്, പറയരുത്. നിന്റെ ഉള്ള സ്വപ്നം കൂടെ അവൻ അടിച്ചു കെടുത്തി നിന്നെ ഇല്ലാതാക്കി കളയും. നമ്മുടെ അകത്ത് കിടക്കുന്ന സ്വപ്നം വലിയ സ്വപ്നമായിരിക്കും. ഈ സ്വപ്നവും ഒന്നും ഇല്ലാത്തവനെടുക്കുക നീ ഇത് പറഞ്ഞു അവൻ പറയും ദൈവം പോലും ഇല്ലെന്ന്. അവസാനം നീ ദൈവം പോലും ഇല്ലെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഈ ഒത്തിരി പേരെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ വിടാൻ അനുവദിക്കാറില്ല. ഒത്തിരി പേരെ വിടാക്കണം. ഈ അതുപോലെ ദർശനവും വെളിപ്പാടുള്ളവനും അവിടെ പോയിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ പോയതിനകത്ത് ഒരു കാര്യമില്ല. അതുപോലെ ദൈവത്തിന്റെ വിളിയുള്ളവൻ വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ. കാരണം അവിടെ ചെല്ലുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന ദൈവം ഇല്ലെന്നാ, പിന്നെ പഠിപ്പിക്കുന്ന ദൈവം ഉണ്ടെന്നാ. അന്നേരം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നല്ല അടിത്തറയുള്ള ഒരുത്തനായിട്ട് ഇറങ്ങണമെങ്കിൽ കുഞ്ഞു പ്രായത്തിലെ ഒരു സ്വപ്നം അവൻ്റെ അകത്തുണ്ടായിരിക്കണം. അന്നേരം അടുത്തിരിക്കുന്നവരുടെ കരുത്തെ പിടിച്ചിട്ട് പറയാൻ, ഞാൻ ദൈവത്തിന്റെ സ്വപ്നമാണ്. കുഞ്ഞുങ്ങളൊക്കെ അത് പറയണ്ട, ഞാൻ ദൈവത്തിന്റെ സ്വപ്നമാണ്, അതുകൊണ്ട് സ്വപ്നമില്ലാത്തവനോട് ഞാൻ സ്വപ്നം പറയത്തില്ലെന്ന് പറ. പക്ഷെ അങ്ങനെ വല്ല തെളിവുണ്ടോ? പിന്നെ ഒരുത്തൻ സ്വപ്നക്കാരനായിരുന്നു, പോയി സ്വപ്നം ഇല്ലാത്തവന്മാരോട് പറഞ്ഞു, അവന്മാര് പിടിച്ച് പൊട്ടക്കുഴിക്കകത്തിട്ട്. അല്ല, മനസ്സിലാകുന്നുണ്ടോ? അവന് സ്വപ്നം ഉണ്ടായിരുന്നു, പക്ഷെ അവൻ ഞാൻ ആരോട് പറഞ്ഞു? സ്വപ്നമില്ലാത്തവന്മാരോട് ചെന്നിട്ട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടത്. അവന്മാര് പറഞ്ഞു വാടാവുക പൊട്ടക്കുഴി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സ്വപ്നമുള്ളവൻ സ്വപ്നമില്ല. ഇപ്പൊ എൻ്റെ അകത്ത് ഭയങ്കര ദർശനമോ, എൻ്റെ അകത്ത് ഭയങ്കര വെളിപ്പാടാ. ഞാൻ എൻ്റെ ചർച്ചയിൽ എല്ലാവരോടും ഒന്നും പറയത്തില്ല, കാരണം ചിലർക്ക് അത് ദഹിക്കത്തില്ല അല്ലേ. ചിലർക്ക് ആണ്. നമ്മൾ ഇത്രയും വലിയ ഹോള് ഇത്രയും പൈസയൊക്കെ മുടക്കി ഇരിക്കുമ്പോഴും ഞാൻ അവിടെ ഇരുന്നോണ്ട് ആത്മാവി പറയാം, എൻ്റെ കർത്താവ് 2 വർഷം പോലും ഇതിനകത്ത് ഇരുത്തല്ലേ എന്ന്. എന്തോ പ്രാർത്ഥിക്കുന്നേ? 2 വർഷം. കാരണം നമ്മുടെ അകത്ത് കിടക്കുന്നത് മുഴുവൻ 10,000-ങ്ങൾ 20,000-ങ്ങൾ വലിയ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, പക്ഷേ നമുക്കൊരു ചർച്ചിന് മിനിമം എത്ര സെന്റ് വേണ്ടി വരും? ഞാൻ അവനെ ഇങ്ങനെ നോക്കി, നീ എൻ്റെ കൂടെ തന്നെ ആണോടാ നിൽക്കുന്നേ? എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു എന്നോട് നമ്മുടെ ചർച്ചിന് എത്ര? ഞാൻ പറഞ്ഞടാ, പാർക്കിങ്ങിന് തന്നെ ഒരു 4 ഏക്കർ മിനിമം വേണം. ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ. ഒരു 5000 പേരിരിക്കുന്ന ഒരു സഭയ്ക്ക് മിനിമം ഒരു 4 ഏക്കർ പാർക്കിംഗ് വേണം. അവിടെ വരുന്നവനെല്ലാം ഒരു വീട്ടിൽ നിന്ന് 4 പേര് വന്നാൽ 4 പേര് 4 വണ്ടിക്കാണ് വരുന്നത്. അന്നേരമാണ് ഒരുത്തൻ ഇത്രയും വലിയ ദർശനം ചുമക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുത്തൻ വന്ന് എന്നോട് നമുക്ക് ചർച്ചിന് എത്ര സെന്റ് വേണോ? ഞാൻ അവനെ ആത്മാവിലങ്ങ് അടിച്ചവനെ കയറി. കാരണം നമ്മുടെ സ്വപ്നം വലുതാണെങ്കിൽ, നമ്മുടെ ദർശനം വലുതാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇത് ചുമക്കുന്നവനോടെ ഇത് സംസാരിക്കാവും. അല്ലെങ്കിൽ ഇവന്മാര് നമ്മളെ വെട്ടിക്കളയും. അങ്ങനെ സ്വപ്നങ്ങൾ വഹിച്ച ആരെങ്കിലും ഈ രാത്രിയിൽ എവിടെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ ഒരു വെട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ അവരോടാണ്